നമസ്തേ, പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. നവഗ്രഹങ്ങളിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയെ ചിന്തിക്കുന്ന സുഹൃത്തുക്കൾ, ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, കാമിനികൾ, വിവാഹം, ഭാര്യ, പുതിയ സൗഹൃദങ്ങൾ ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇന്ന് മൗഢ്യത്തിലാണ്. ഈ ശുക്രൻ മൗഢ്യം കഴിഞ്ഞ് ബലവാനായി വരികയാണ് 1199 മിഥുനമാസം 23-ാം തീയതി, അതായത് 7/7/2024. ആ ദിവസം പൂയം നക്ഷത്രത്തിലേക്ക് ശുക്രൻ സംക്രമിക്കുകയും ചെയ്യുന്നു. ചാരവശാൽ ഒരു വ്യക്തിയുടെ ഭൗതികസുഖവുമായി ബന്ധപ്പെടുന്ന ഏറ്റവും ശക്തമായ ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ, അത് ശുക്രനാണ്. അതുകൊണ്ട് ശുക്രൻ്റെ 2024 ജൂലൈ 7-ാം തീയതിയിലേക്കുള്ള സഞ്ചാരം മേടം മുതൽ 12 രാശിക്കാരെയും എപ്രകാരം സ്വാധീനിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിൽ മേടം രാശിക്കാർക്ക് ശുക്രൻ പ്രായേണ വളരെ ബലവാനായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രന്റെ ബലം 4-ാം ഭാവത്തിലാണ്. അത് ദിഗ്ബലത്തെ സൂചിപ്പിക്കുന്നു. 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ സുഖി എന്ന്. അത് ആത്മീയമായ സുഖത്തെയല്ല, ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. അതിനാൽ മേടം രാശിക്കാർക്ക് ശുക്രൻ 4-ാം ഭാവത്തിൽ വളരെ ശക്തനായി നിലകൊള്ളുന്നു. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ശുക്രൻ ഇവിടെ വിവാഹം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. കൂടാതെ ധനസ്ഥിതിയെയും ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. നല്ല ചില യാത്രകൾ, വിദേശ യാത്രകൾ ഒക്കെ ചെയ്ത് വ്യാപാരത്തിലൂടെ അല്ലെങ്കിൽ ജോലിയിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ഈ ശുക്രൻ സഹായിക്കുന്നു. നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഫൈനാൻസിങ് നീഡ്സ്, സാമ്പത്തികമായ ആവശ്യങ്ങൾ ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ മേടം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ, ആഡംബര വിഷയങ്ങൾ, ഫർണിച്ചറുകൾ, വാഹനം വാങ്ങുവാനും ഈ 2024 ജൂലൈ 7 മുതലുള്ള സമയം വളരെയധികം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഇടവം രാശിക്കാർക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാൽ, രോഹിണി, മകേരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവം രാശിക്കാർക്ക് രാശ്യധിപനായ ശുക്രൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. 3-ൽ നിൽക്കുന്ന ശുക്രൻ ഒരു നിറഞ്ഞ സൗഭാഗ്യങ്ങൾ ഈ രാശിക്കാർക്ക് നൽകണമെന്നില്ല. അനാവശ്യമായ ചില സ്ത്രീ സൗഹൃദങ്ങൾ ഉടലെടുക്കുകയും അതിലൂടെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള അന്തരീക്ഷം, ദാമ്പത്യത്തിന് ചില ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളും അപകടങ്ങളും വരുന്ന സമയമാകുന്നു ശുക്രന്റെ കർക്കിടകത്തിലേക്കുള്ള രാശിചാരം ഇടവം രാശിക്കാർക്ക്. സന്താനങ്ങളുടെ വിഷയത്തിലും ഒരു പൂർണ്ണമായ സുഖം ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നതല്ല. ഇനി മിഥുനം രാശിക്കാർക്കാണ് പ്രായേണ 12-ൽ വ്യാഴമുള്ള കർമ്മത്തിൽ താളം തെരി നിൽക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ശുക്രന്റെ മാറ്റം വളരെയധികം ഗുണമാണ്. 2-ൽ നിൽക്കുന്ന ശുക്രനാണ് കർക്കിടകത്തിൽ സുവാക്യ, നല്ല വാക്കുകൾ സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് തൻ്റെ വാക്കിലൂടെ, ആ മാസ്മരികമായ ശബ്ദത്തിലൂടെ ആളുകളെ സന്തോഷിപ്പിക്കുവാൻ ഈ മിഥുനം രാശിക്കാർക്ക് കർക്കിടകത്തിൽ വരുന്ന ഈ ശുക്രന്റെ കാലയളവ് 7/7/2024 മുതൽ വളരെ അനുകൂലമാണ്. സന്താനങ്ങൾക്ക് പഠനത്തിന് സാമ്പത്തികമായ ധനം ലഭിക്കുന്നു. ഈ ശുക്രന്റെ മാറ്റം അവർക്ക് വിദേശത്തേക്കുള്ള യാത്രക്ക് വളരെ അനുകൂലമായ സമയം ഈ ശുക്രൻ പ്രദാനം ചെയ്യുന്നതാണ്. കർക്കടകം രാശിക്കാർക്ക് പുണർദം നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രം ഉൾപ്പെടുന്ന കർക്കടകം രാശിക്കാർക്ക് ഈ ലഗ്നത്തിലെ ശുക്രൻ പൂർവികമായ സ്വത്ത് ലഭിക്കേണ്ടുന്ന സമയമാണ്. ഭൂമി വിൽപ്പനയ്ക്ക് ഏറ്റവും അനുകൂലമാണ് കർക്കിടകത്തിലെ ശുക്രൻ. നല്ല വസ്ത്രങ്ങളും നല്ല സൗഭാഗ്യങ്ങളും ഈ ശുക്രൻ വരുന്നു. സ്മരനിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. കാമദേവന്റെ ലീലകളിൽ നിപുണനാവുക, നല്ല സൗഹാർദ്ദങ്ങൾ ഉണ്ടാവുക, പുതിയ ഗേൾ ഫ്രണ്ട്സ് വന്നു ചേരുക, ഭാര്യാസുഖം ലഭിക്കുക, വിദേശത്തുള്ളവർ ഫാമിലിയോട് കൂടെ വന്ന് വിവാഹങ്ങൾക്കും മറ്റ് മംഗളകർമ്മങ്ങൾക്കും കുടുംബസമേതം പത്നി സമേതനായി യാത്ര ചെയ്യേണ്ടുന്ന സമയമാണ് കർക്കിടകം രാശിക്കാർക്ക്. അവർ എല്ലാവിധ ഭൗതിക സുഖങ്ങളും അനുഭവിക്കുന്നു. ഗൃഹനിർമ്മാണ വിഷയമായാലും, വാഹനങ്ങൾ, പുതിയ പുത്തൻ വാഹനങ്ങൾ വാങ്ങുന്ന വിഷയമായാലും ഇതിൻ്റെയൊക്കെ കാരകമുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ഇനി മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ശുക്രനെ 12-ാം ഭാവത്തിൽ വരുമ്പോൾ
ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകാം. പക്ഷേ സഹോദരങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്ന സമയമാണ്. കർമ്മമേഖലയിലും തനിക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്നു. കർമ്മത്തിൽ പെട്ടെന്നൊരു മാറ്റം ആഗ്രഹിച്ചാൽ അത് ചിങ്ങൻ രാശിക്കാർക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കുക. അതുകൊണ്ട് കർമ്മ വിഷയത്തിലുള്ള തീരുമാനങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വളരെ അടുത്ത സഹായികളുമായി കർമ്മമേഖലയിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ ഈ സമയത്ത് വളരെ കൂടി വരുന്നതാണ്. അതേ രീതിയിൽ സൗഹൃദങ്ങൾ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും സംജാതമാകുന്നതാണ്. കന്നിരാശിക്കാർക്ക് ഈ ശുക്രന്റെ മാറ്റം വളരെയധികം ഗുണമാണ്. ഭാഗ്യാധിപനായ ശുക്രൻ 11ാം ഭാവത്തിൽ കർക്കിടകത്തിൽ വരുമ്പോൾ തനിക്ക് സന്താന വിഷയത്തിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഏറ്റവും അനുകൂലമായ സമയമാണ്. ഒരുപക്ഷെ വർഷങ്ങളോളം കാത്തു നിന്നാൽ ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഈ സമയത്ത് ഗർഭധാരണത്തിന് അനുകൂലമായ സമയമാണ്. പ്രായമുള്ള അച്ഛനമ്മമാർക്ക് തങ്ങളുടെ പൗത്രനെ അല്ലെങ്കിൽ പൗത്രിയെ കാണുവാനുള്ള സൗഭാഗ്യങ്ങൾ വരുന്ന സമയമാകുന്നു കർക്കിടകം രാശിക്കാർക്ക്. ഇതേ രീതിയിൽ തുലാം രാശിക്കാർക്കും കർമ്മമേഖലയിൽ ധാരാളം പുതിയ സൗഭാഗ്യങ്ങൾ ഒത്തുവരുന്ന സമയമാണ്. യാത്ര ചെയ്യാൻ വളരെ അനുകൂലമാണ്. തുലാം രാശി അധിപനായ ശുക്രൻ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു തുലാം രാശിക്കാർക്ക്. ഇനി വൃശ്ചികം രാശിക്കാർക്ക് 2ാം കെട്ട് ആദ്യത്തെ വിവാഹ ബന്ധം തകർന്ന് രണ്ടാമതൊരു വിവാഹ ചിന്ത ഉണ്ടാകുമ്പോൾ അതിന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നു 9ാം ഭാവത്തിലെ കർക്കിടകത്തിലെ ശുക്രൻ. ദ്വിഭാര്യ 2 ഭാര്യമാരെ ലഭിക്കുമെന്നാണ്. പുനർവിവാഹിതർക്ക് ഈ ശുക്രൻ ഏറ്റവും അനുകൂലമാണ്. സൗഹൃദങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുക. പ്രബലമത ശോക എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആചാര്യൻ. പ്രബലമായ കാമവും ദുഃഖവും ഉണ്ടാകുമെന്നാണ്. അതിനാൽ തൻ്റെ ഇണയെ പങ്കാളിയെ മനസ്സിലാക്കി പെരുമാറുക. അല്ലെങ്കിൽ ഭാര്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ അവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യമെടുത്താൽ അതിലൂടെ ദുഃഖം അനുഭവിക്കുന്നു വൃശ്ചികം രാശിക്കാർ. ഇനി ധനുരാശിക്കാർക്ക് ഈ ശുക്രൻ രോഗാദി അരിഷ്ടതകൾ വളരെയധികം ഉണ്ടാകുന്ന സമയമാണ്. ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക്കുമായി ബന്ധപ്പെടുന്ന കംപ്ലയിൻസ് ഉള്ള വ്യക്തികൾക്ക്, ഡയബറ്റിക്സ് ആയി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ ഈ ശുക്രൻ രോഗാദി അരിഷ്ടതയെ പ്രതിനിധാനം ചെയ്യുന്നു. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ധനുരാശിയിലുള്ള വ്യക്തികൾക്ക് ശുക്രന്റെ മാറ്റം. സ്വർണം നഷ്ടപ്പെടുന്നു. അതിനാൽ ബാങ്കുകളിൽ ആഭരണങ്ങൾ വെക്കുമ്പോഴോ വെച്ച ആഭരണങ്ങൾ നഷ്ടപ്പെടുവാനോ സാധ്യത വളരെ കൂടുതലാണ്. വീട്ടിൽ സ്വർണം വെച്ച് പുറത്തു പോയാൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകും. സ്വർണം ലോക്കറിൽ വെക്കാൻ ശ്രമിക്കുക. ഇനി മകരൻ രാശിക്കാർക്ക് പുതിയ സൗഹൃദങ്ങൾ, പ്രേമബന്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹ തീരുമാനങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. പെട്ടെന്ന് തന്നെ വിവാഹ വിഷയങ്ങൾക്ക് അനുകൂലമാണ്. കർമ്മത്തിൽ മുടങ്ങിക്കിടക്കുന്ന യാത്രകൾ വീണ്ടും പുനർയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ്. ആഭരണങ്ങൾ ലഭിക്കുവാനുള്ള സമയമാണ്. സ്ത്രീധനമായി സ്വർണം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ധാരാളം സ്വർണങ്ങൾ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു സമയമാണ്. സ്വർണം ആവശ്യമുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ തൻ്റെ സുഹൃത്തുക്കളോട് സ്വർണം വാങ്ങി അത് ബാങ്കിൽ പണയം വെച്ച് കാശുണ്ടാക്കി തൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനും ഈ സമയം വളരെയധികം പ്രദാനം ചെയ്യുന്നതാണ്. കുംഭൻ രാശിക്കാർക്ക് ഈ 6ാം ഭാവത്തിലേക്കുള്ള ശുക്രന്റെ സ്ഥിതി അത്ര ഗുണമല്ല. ധർമ്മദൈവപ്രീതി നന്നായിട്ട് ചെയ്യേണ്ടതാണ്. പിതാവുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മാതാവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുടെ അച്ഛൻ, വലിയച്ഛൻ, മുത്തച്ഛൻ മുതലായവരുടെ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ, അമ്മയുടെ ആളുകൾ, അമ്മാമന്മാർ, ഇവരുടെയൊക്കെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. ഇവരുമായി ഇടപെടലുകൾ നടത്തുമ്പോൾ നിസ്സാര സംഭവത്തിന് വഴക്കുണ്ടാകും. അതുവരെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾക്ക് ചില നല്ല മാനങ്ങളല്ല, മോശപ്പെട്ട തലത്തിലേക്ക് ആ സൗഹൃദം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇവിടെയും കുംഭൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. സ്വർണ്ണ നഷ്ടത്തിന്റെ സമയമാണ്. ധനം, ആഭരണം മുതലായവ നശിച്ചു പോകുന്ന സമയമാണ്. പൂർവികമായ സ്വത്ത് വേണ്ടെങ്കിൽ അത് വിൽപ്പനയ്ക്ക് വളരെ അനുകൂലമാണ്. തൻ്റെ സ്വത്ത് വിറ്റ് തനിക്ക് കാശുണ്ടാക്കേണ്ടുന്ന സമയമാണ്. ഇനി മീനൻ രാശിക്കാർക്ക് 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സന്താന ശ്രേയസ് നന്നായി പ്രദാനം ചെയ്യുന്നതാണ്. യുവതികൾക്ക് ഗർഭം ധരിക്കുവാനും അല്ലെങ്കിൽ തന്നെ മക്കൾക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനും അവരിലൂടെ അവരുടെ പ്രശസ്തമായ വിജയത്തിലൂടെ മാനസികമായി മക്കളെപ്പറ്റി നമുക്ക് അഭിമാനം തോന്നാവുന്ന ഒരു സമയമാണ് മീനൻ രാശിക്കാർക്ക് സംജാതമാകുന്നത്. എന്താണ് ശുക്രൻ ഇഷ്ടപ്പെട്ടാൽ നൽകുന്ന സുഖങ്ങളെന്നും മോശപ്പെട്ടാൽ നൽകുന്ന ദുഃഖകരമായ അനുഭവങ്ങളെന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ശുക്രേ അനിഷ്ടസ്ഥിതേ, ശുക്രൻ അനിഷ്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ സ്ത്രീജനഗത വസനാവായ, സ്ത്രീജനങ്ങൾ മൂലവും രോഗം മൂലവും വസ്ത്രങ്ങളിലൂടെയും ധനനഷ്ടം വഹിക്കുന്നതാണ്. ലക്ഷ്മി വിയോഗ, ഇതിലൂടെയൊക്കെ ലക്ഷ്മിത്വം നശിക്കും. ഭാര്യയ്ക്ക് രോഗം വന്ന് ഭാര്യയെ ആശുപത്രിയിൽ ശുശ്രൂഷിക്കുക, ധാരാളം കാശ് ആ രീതിയിൽ ചെലവാകുന്ന സമയമാകുന്നു. കാരണം ശുക്രൻ വിവാഹകാരകനാണ്. ശുക്രനെ കൊണ്ടാണ് പുരുഷന്മാർ ഭാര്യയെപ്പറ്റി ചിന്തിക്കുക. അത്ര പ്രാധാന്യം സ്ത്രീയുടെ ജാതകത്തിൽ ഭർത്താവിനില്ല. അതുകൊണ്ടാണ് ശുക്രന് പാപമധ്യസ്ഥിതി വരുമ്പോഴും ശുക്രന്റെ 4ലും 8ലും ചതുരസ്ര പാപസ്ഥിതി വരുമ്പോഴും ഭാര്യാനാശം പറഞ്ഞിട്ടുള്ളത്. ഭാര്യയുടെ ജാതകത്തിൽ അത് പറഞ്ഞിട്ടില്ല. ഈ ശുക്രൻ അനിഷ്ടസ്ഥനായിരിക്കുമ്പോൾ നാൽക്കാലികൾക്ക് വാഹനങ്ങൾക്ക് നാശമുണ്ടാകുന്നു, ധനം നശിക്കുന്നു, സ്വർണം നശിക്കുന്നു. അതിനാൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ ശുക്രന്റെ മൗഢ്യം കഴിഞ്ഞുള്ള ഈ രാശിചാരം ഇടവൻ രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും ധനുരാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും അത്ര ഗുണമല്ല. ഇനി ശുക്രൻ ഇഷ്ടസ്ഥനാണെങ്കിലോ ധനവും ആഭരണങ്ങളും വിവാഹങ്ങളും ഒക്കെ അനുകൂലമായി വരുന്ന സമയമാകുന്നു. ശുക്രൻ തൗര്യത്രികത്തിന്റെ ധർമ്മം ചെയ്യുന്ന ഗ്രഹമാണ്. സംഗീതം, സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഇതൊക്കെ ശുക്രന്റെ കാരകത്വമുള്ള ധർമ്മങ്ങളാണ്. ശ്രദ്ധ ഗീതേ ക്രിയാദിഷ്വപി. അപ്പോൾ സംഗീതവും പാട്ടും നൃത്തവുമായി സംഗീത ഉപകരണങ്ങളുമായി ബന്ധപ്പെടുന്ന ക്രിയകളിലൊക്കെ വളരെയധികം താല്പര്യത്തോടുകൂടി ഇരിക്കുന്ന വ്യക്തികൾക്ക് അത് പഠിക്കുവാനും പ്രകടിക്കുവാനും പെർഫോം ചെയ്യുവാനും വളരെ അനുകൂലമായ സമയമാകുന്നു. മേടം രാശിക്കാർക്കും മിഥുനൻ രാശിക്കാർക്കും കർക്കടക രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും തുലാൻ രാശിക്കാർക്കും വൃശ്ചികൻ രാശിക്കാർക്കും മകരൻ രാശിക്കാർക്കും മീനം രാശിക്കാർക്കും വളരെ അനുകൂലമായ സമയമാകുന്നു ശുക്രന്റെ ഈ ചാരവശാലുള്ള രാശിമാറ്റവും മൗഢ്യം മാറിയുള്ള സമയവും. എങ്ങനെയാണ് ശുക്രനെ നാം സന്തോഷിപ്പിക്കുക? ഓം സം സരസ്വത്യൈ നമഃ എന്ന സരസ്വതി മന്ത്രം ചൊല്ലിക്കൊണ്ട് തങ്ങളുടെ കർമ്മമേഖല ജാഗ്രത പുലർത്താൻ കഴിയുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ എപ്പോഴും ശുക്രന് ഇഷ്ടപ്പെട്ട പുഷ്പാഞ്ജലി, വിളക്ക്, മാല, പായസം വഴിപാടായി സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രന്റെ രാശിചാരം പ്രാർത്ഥനയിലൂടെ വഴിപാടുകളിലൂടെ മനോഹരമായി തീരട്ടെ എന്ന് ഡോക്ടർ മാരാർജി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.